ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കഠിനമായ വേദന കാരണം നിങ്ങൾ ആശുപത്രിയിലെത്തുമ്പോൾ ആ വേദന മാറ്റാനുള്ള ചികിത്സ നൽകുന്നതിനു പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മരിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരാം എന്ന് ഒരു ഡോക്ടർ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ശരിക്കും അതൊരു വല്ലാത്ത ഞെട്ടൽ തന്നെയായിരിക്കും. അതെ, കേൾക്കുമ്പോൾ ഇതൊരു സിനിമയിലെ രംഗം പോലെ തോന്നാം. പക്ഷേ 2025 ഏപ്രിലിൽ കാനഡയിലെ വാൻകൂവറിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണിത്. അതെ, ജീൻ എറിക്സൺ എഴുതിയ ദ സൺ ന്യൂസ് റിപ്പോർട്ടിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ വിഷയം പരിശോധിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ആ സ്രോതസ്സുകളിലൂടെയുള്ള വളരെ വിശദമായൊരു അന്വേഷണമാണ് നമ്മളിന്ന് നടത്തുന്നത്. ഈ വിഷയത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ നിലപാടുകളും നമ്മൾ എടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആ റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ നിഷ്പക്ഷമായി നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് 84 വയസ്സുകാരിയായ മിറിയം ലാൻകാസ്റ്ററിനെ നേരിട്ടൊരു അനുഭവത്തെക്കുറിച്ചാണ്. 84 വയസ്സല്ലേ? അതെ. ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം ഒരു സാധാരണ ദിവസം എങ്ങനെയാണ് ഇത്രയും വലിയൊരു മെഡിക്കൽ വിവാദത്തിലേക്ക് വഴിമാറിയതെന്നതാണ്. ആ ദിവസം മിറിയം ഉറക്കമുണരുന്നതന്നെ കഠിനമായ നടുവേദനയോടെയാണ്. ആ പ്രായത്തിലുണ്ടാകുന്ന നടുവേദന എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതെത്രത്തോളം അസഹനീയമായിരിക്കുമെന്ന്. അതെ അതെ. വേദന സഹിക്കാനാവാതെ വന്നപ്പോൾ അവരുടെ മകൾ ജോർദാൻ വീവർ ഉടൻ തന്നെ ഒരു ആംബുലൻസ് വിളിക്കുന്നു. അങ്ങനെ അവർ വാൻകൂവർ ജനറൽ ആശുപത്രിയുടെ എമർജൻസി റൂമിലെത്തുകയാണ്. അവിടെ വച്ചാണ് കാര്യങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വഴിയിലേക്ക് തിരിയുന്നത്. അതെ, ഞാൻ ആ റിപ്പോർട്ടിൽ വായിച്ചു. അവിടെ വെച്ച് ഒരു വനിതാ ഡോക്ടർ അവരെ പരിശോധിക്കാൻ വരുന്നു. ആ ഡോക്ടർ മിറിയത്തോട് സംസാരിച്ച ആദ്യത്തെ വാചകം തന്നെ ഇതായിരുന്നു: ഞങ്ങൾ നിങ്ങൾക്ക് മെയ്ഡ് വാഗ്ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന്. മെയ്ഡ്, അതായത് മെഡിക്കൽ അസിസ്റ്റൻസ് ഇൻ ഡൈയിങ്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കാനുള്ള മെഡിക്കൽ സഹായം ഞങ്ങൾ നൽകാം എന്നൊരു ഡോക്ടർ പറയുന്നു. ഇവിടെയാണ് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാത്തത്. എന്താണ് സംശയം? ഇപ്പോ ഒരു നടുവേദനയുമായി വരുന്ന രോഗിയോട് ഒരു ഡോക്ടർ പെട്ടെന്ന് മരിക്കാൻ പറയണമെങ്കിൽ ആ സിസ്റ്റത്തിൽ എന്തോ വലിയ തകരാറില്ലേ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം മിറിയം പിന്നീട് മാർച്ച് 18 എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ തനിക്കുണ്ടായ ഈ ഞെട്ടൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ വീഡിയോയിൽ എന്താണ് അവർ പറയുന്നത്? അവരുടെ വാക്കുകൾ ഇതായിരുന്നു: എനിക്ക് വേദനയുടെ കാരണം എന്താണെന്നറിയാൻ മാത്രമാണ് താൽപ്പര്യമുണ്ടായിരുന്നത്, അല്ലാതെ മരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന്. ഓ, സ്വാഭാവികമായും അങ്ങനെയാണല്ലോ ചിന്തിക്കുക. അതെ, ഒരു സാധാരണ രോഗി എമർജൻസി റൂമിലെത്തുമ്പോൾ ആഗ്രഹിക്കുന്നത് അടിയന്തരമായ ആശ്വാസമാണ്. അവിടെ ഡോക്ടർമാർ ആദ്യം ചെയ്യേണ്ടത് രോഗനിർണയമാണ്. അതിനു മുൻപ് തന്നെ മരണം ഒരു ഓപ്ഷനായി മുന്നോട്ട് വയ്ക്കുന്നത് തികച്ചും അസാധാരണമാണ്. ഇതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ കാറിൽ നിന്ന് ഒരു അസാധാരണ ശബ്ദം കേട്ട് നിങ്ങൾ മെക്കാനിക്കിന്റെ അടുത്ത് പോകുന്നുവെന്ന് വിചാരിക്കുക. വാഹനം പരിശോധിച്ച് തകരാറ് കണ്ടുപിടിക്കുന്നതിന് പകരം ആ കാറ് നേരെ ആക്രിക്കടയിൽ കൊടുക്കാൻ മെക്കാനിക്ക് പറയുന്നത് പോലെയാണിതൊക്കെ. കൃത്യമായ ഉപമയാണ്. ഒരു അടിസ്ഥാനപരമായ രോഗനിർണയം പോലുമില്ലാതെ വേദനയുടെ കാരണം എന്താണെന്ന് പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ ജീവനൊടുക്കാനുള്ള വഴി നിർദ്ദേശിച്ചത്? ഇതൊരു അബദ്ധമായിരിക്കുമോ? എമർജൻസി റൂമുകളിലെ തിരക്ക് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഈ സംഭവം വെറുമൊരു അബദ്ധമായി തള്ളിക്കളയാൻ കഴിയില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ കാനഡയിലെ ഈ മെയ്ഡ് പ്രോഗ്രാം യഥാർത്ഥത്തിൽ എന്താണെന്ന് നമ്മൾ അറിയണം. അതായത് ഈ നിയമത്തിന്റെ യഥാർത്ഥ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന്. അതെ, സങ്കീർണവും ഭേദമാക്കാനാവാത്തതുമായ അസഹനീയമായ വേദന അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മരണം തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ഒരു നിയമപരമായ സംവിധാനമാണിത്. സ്വന്തം ഇഷ്ടപ്രകാരം? അതെ. ഈ നിയമം കൊണ്ടുവന്നപ്പോൾ ഇതിന് വളരെ കർശനമായ ചില വ്യവസ്ഥകളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗി സ്വന്തം ഇഷ്ടപ്രകാരം ഇതിനായി അഭ്യർത്ഥിക്കണം എന്നതാണ്. ഓക്കേ. രണ്ടാമതായി, കൃത്യമായ അറിവോടെയുള്ള സമ്മതം, അതായത് ഇൻഫോംഡ് കൺസെന്റ് നിർബന്ധമാണ്. മൂന്നാമതായി, സ്വതന്ത്രരായ 2 മെഡിക്കൽ പ്രൊഫഷണലുകൾ ഈ രോഗിയുടെ അവസ്ഥ വിലയിരുത്തണം. ഒരു മിനിറ്റ്, ഇവിടെ ഇടപെടുന്നതിൽ ക്ഷമിക്കണം. നിങ്ങളിപ്പോ പറഞ്ഞതിലെ വലിയൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. പറയൂ. ആദ്യത്തെ നിയമം തന്നെ രോഗിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള അഭ്യർത്ഥന എന്നാണല്ലോ. എന്നാൽ ഇവിടെ മിറിയം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടേയില്ലല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. പിന്നെങ്ങനെയാണ് ഡോക്ടർ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്യുന്നത്? മാത്രമല്ല,
പെട്ടെന്നുണ്ടായ ഒരു നടുവേദനയുമായി വരുന്ന രോഗിക്ക് ഭേദമാക്കാനാവാത്ത അസുഖമാണെന്ന് ഈ ഡോക്ടർ എങ്ങനെയാണ് ആദ്യ കാഴ്ചയിൽ തന്നെ നിഗമനത്തിലെത്തിയത്? അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. മാത്രമല്ല, ഈ ഇൻഫോംഡ് കൺസെന്റ് എന്ന വാക്ക് ഒരു എമർജൻസി റൂമിൽ എത്രത്തോളം പ്രായോഗികമാണ്? ഒരു മനുഷ്യൻ കടുത്ത വേദനയിൽ പുളയുമ്പോൾ അവർക്ക് എങ്ങനെയാണ് സ്വന്തം ജീവനെക്കുറിച്ച് വിവേകത്തോടെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആ സ്രോതസ്സിൽ കാണുന്ന ഏറ്റവും വലിയ ധാർമ്മിക പ്രശ്നവും അതുതന്നെയാണ്. വേദനയിൽ നിൽക്കുന്നൊരു രോഗി വളരെ ദുർബലനായിരിക്കും. അതെ, വേദന കാരണം അവർ എന്തും സമ്മതിച്ചുവെന്ന് വരാം. തീർച്ചയായും. ആ സമയത്ത് ഒരു ഡോക്ടറെപ്പോലെ അധികാരമുള്ളൊരു വ്യക്തി ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ രോഗികൾ അത് സ്വീകരിക്കാൻ വലിയ സാധ്യതയുണ്ട്. കാനഡയിലെ നിയമപ്രകാരം ഭേദമാക്കാനാവാത്ത അസുഖം വേണമെന്നാണ് പറയുന്നതെങ്കിലും മിറിയത്തിന്റെ കാര്യത്തിൽ അതൊരു സാധാരണ നടുവേദന മാത്രമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. അതായത് ആ റിപ്പോർട്ടിൽ പറയുന്ന കർശനമായ നിയമങ്ങളും നടപടിക്രമങ്ങളും ഈ സംഭവത്തിൽ പൂർണ്ണമായും കാറ്റിൽ പറത്തപ്പെട്ടില്ലേ? അതെ, ഈ നിയമങ്ങള് യഥാർത്ഥത്തിൽ രോഗികളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണോ അതോ അവർക്ക് വേഗത്തിൽ മരണം ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണോ എന്ന വലിയൊരു ചോദ്യമാണിവിടെ വരുന്നത്. ഈ നിയമങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ വലിയ അന്തരം കാണുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ടാകുമല്ലോ. ഉണ്ടായിരുന്നു. വാർത്ത പുറത്തുവന്നതിന് ശേഷം വളരെ ശക്തമായ പ്രതികരണങ്ങളാണ് അവിടെ ഉണ്ടായത്. പ്രത്യേകിച്ച് ദയാവധം തടയാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഡൈയിങ് ടു മീറ്റ് യു പ്രൊജക്ട് എന്ന സംഘടനയുടെ പ്രതികരണം. അവരുടെ സ്ഥാപകയായ അമാൻഡ ആക്ട്മാന്റെ പ്രതികരണം ആ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ടല്ലോ. അതെ, അവർ പറഞ്ഞത് ഇനിയും ഒരുപാട് സാഹസിക യാത്രകൾ ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾക്ക് മരണം വാഗ്ദാനം ചെയ്യുന്നത് നിർത്തുക എന്നാണ്. വാവ്, വളരെ ശക്തമായ വാക്കുകൾ. അതെ, പ്രായമായി എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ജീവിതം അവസാനിക്കുന്നില്ലെന്നും അവർക്ക് ഇനിയും ജീവിക്കാൻ അവകാശമുണ്ടെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഡെൽറ്റ ഹോസ്പൈസ് സൊസൈറ്റിയും ഇതിനെതിരെ രംഗത്തു വന്നിരുന്നു. അവരുടെ നിലപാടെന്തായിരുന്നു? ഡോക്ടറുടെ ഈ വാഗ്ദാനം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ഇത് നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയത്തിൽ എനിക്ക് കൂടുതൽ താൽപ്പര്യം തോന്നിയത് മിറിയത്തിന്റെ കുടുംബത്തിന്റെ നിലപാടാണ്. ആ റിപ്പോർട്ടിൽ അവരുടെ മകൾ ജോർദാൻ വീവർ നാഷണൽ പോസ്റ്റിനോട് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ, അവരുടെ ആ ഒരു കുടുംബ പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും. തങ്ങൾ യാഥാസ്ഥിതികരായ കാത്തോലിക്ക വിശ്വാസികളാണെന്നും അതായത് പ്രാക്ടീസിംഗ് കാത്തലിക്സ് ആണെന്നും ഒരു കാരണവശാലും ഈ മെയ്ഡ് സിസ്റ്റം അംഗീകരിക്കില്ലെന്നും അവർ പറഞ്ഞു. അവളെ സ്നേഹിക്കുന്നവർക്ക് അവളുടെ ജീവൻ അത്രമാത്രം വിലപ്പെട്ടതാണെന്നാണ് ജോർദാൻ പറഞ്ഞത്. ആ വാക്കുകളിൽ തന്നെ ആ കുടുംബത്തിന്റെ സ്നേഹം വ്യക്തമാണ്. ഇതൊരു വലിയ വിരോധാഭാസമായി എനിക്ക് തോന്നുന്നു. ഒരു വശത്ത് രോഗിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, തങ്ങളുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കുടുംബം, മറുവശത്ത് തീർത്തും യാന്ത്രികമായി വികാരശൂന്യമായി മരണം വാഗ്ദാനം ചെയ്യുന്ന ഒരു മെഡിക്കൽ സിസ്റ്റം. ഈയൊരു വൈരുദ്ധ്യം തന്നെയാണ് ഈ പ്രശ്നത്തിന്റെ കേന്ദ്രബിന്ദു. ആ മെഡിക്കൽ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം മിറിയാം ലാൻകാസ്റ്റർ എന്നത് വേദനയുമായി വന്ന ഒരു 84 വയസ്സുകാരി മാത്രമാണ്. വെറുമൊരു മെഡിക്കൽ ഫയൽ മാത്രം. അതെ. എന്നാൽ അവരുടെ കുടുംബത്തിന് അവരൊരു അമ്മയാണ്, മുത്തശ്ശിയാണ്, അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ആശുപത്രികൾ കേവലം രോഗം മാറ്റാനുള്ള ഇടങ്ങൾ മാത്രമല്ല, മനുഷ്യർക്ക് പ്രതീക്ഷ നൽകേണ്ട ഇടങ്ങൾ കൂടിയാണ്. ആ പ്രതീക്ഷയാണ് അവിടെ ഇല്ലാതായത്. അന്നാ ഡോക്ടറുടെ വാഗ്ദാനം കേട്ട് നിരാശപ്പെടാതെ മിറിയാം തന്റെ ജീവിതം എങ്ങനെ തിരിച്ചുപിടിച്ചു എന്നത് ഈ കഥയിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗമാണ്. അതെ, അതൊരു ഗംഭീര തിരിച്ചുവരവായിരുന്നു. അവരന്നാ വാഗ്ദാനം നിരസിച്ചതുകൊണ്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അവർക്ക് അവിടെ ചികിത്സ കിട്ടിയോ? കിട്ടി. 1 മാസത്തോളം അതേ ആശുപത്രിയിൽ അവർക്ക് കൃത്യമായ ചികിത്സ നൽകി. ചികിത്സയിലൂടെ വേദന കുറയുകയും അവർ വളരെ മികച്ച രീതിയിൽ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു. അത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. 1 മാസത്തിനു ശേഷം അവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഏറ്റവും രസകരമായ കാര്യം അതല്ല. കുറച്ചു നാളുകൾക്ക് ശേഷം അവർ മെക്സിക്കോയിലേക്കും ഗ്വാട്ടേമാലയിലേക്കും വിനോദയാത്രകൾ വരെ നടത്തിയതാണ്. ഗംഭീരം. എമർജൻസി റൂമിൽ വെച്ച് അവസാനിച്ചു എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയൊരു ജീവിതമാണ് പിന്നീട് വിനോദയാത്രകൾക്ക് പോയത്. അതെ, മിറിയം തന്നെ പിന്നീട് വളരെ അഭിമാനത്തോടെ വ്യക്തമാക്കിയത് മരിക്കാനുള്ള സഹായം നിർദ്ദേശിക്കേണ്ട യാതൊരു ആവശ്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ഇതൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. നമ്മളൊരു സിനിമ കാണാൻ തുടങ്ങുന്നു. സിനിമയുടെ ആദ്യത്തെ 10 മിനിറ്റിൽ ഭയപ്പെടുത്തുന്ന ഒരു രംഗം കണ്ട ഉടനെ നമ്മൾ ആ സിനിമ ഓഫ് ചെയ്താൽ അതിലെ മനോഹരമായ ക്ലൈമാക്സ് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അതെ, വളരെ ശരിയാണ്.
അതുപോലെ അന്ന് ആ ഡോക്ടറുടെ വാഗ്ദാനം മെറിയം സ്വീകരിച്ചിരുന്നെങ്കിൽ മെക്സിക്കോയിലെയും ഗ്വാട്ടിമാലയിലെയും ജീവിതത്തിലെ ആ മനോഹരമായ നിമിഷങ്ങൾ അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നില്ലേ? തീർച്ചയായും നഷ്ടപ്പെടുമായിരുന്നു. ഈയൊരു പോയിന്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതായത് രോഗികൾക്ക് ചികിത്സാ ഓപ്ഷനുകൾ നൽകുന്നതും തിടുക്കത്തിൽ അവരുടെ ജീവൻ അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നതും തമ്മിലുള്ള ആ നേർത്ത അതിർവരമ്പ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വാൻകൂവർ ജനറൽ ആശുപത്രിയിലെ ആ സംഭവം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല. ഒരു രോഗി സഹായത്തിനായി വരുമ്പോൾ നമ്മൾ അവർക്കൊരു കൈത്താങ്ങാണ് നൽകേണ്ടത്, അല്ലാതെ വേഗത്തിൽ ജീവൻ അവസാനിപ്പിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയല്ല. അതെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്രോതസ്സുകളിലെ വിവരങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പങ്കുവച്ചത്. ഈ വിഷയത്തിൽ നമുക്ക് മുൻവിധികളോ പക്ഷമോ ഇല്ല. അതെ, ഈ വിവരങ്ങൾ നിഷ്പക്ഷമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത്രമാത്രമാണ്: നിയമങ്ങൾ എത്രത്തോളം കർശനമാണെന്ന് കടലാസിൽ പറഞ്ഞാലും പ്രായോഗിക തലത്തിൽ അത് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഈ വിശദമായ അന്വേഷണത്തിൽ നമ്മളോടൊപ്പം പങ്കെടുത്തതിന് നിങ്ങൾക്ക് നന്ദി. എന്നാൽ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഈ സ്രോതസ്സുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞതും എന്നാൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്തതുമായ ഒരു ചോദ്യം നിങ്ങളിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വതന്ത്രമായ വിലയിരുത്തലുകളും അറിഞ്ഞുകൊണ്ടുള്ള സമ്മതവും ഒക്കെ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രോഗികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ. എന്നാൽ നിങ്ങളൊരു എമർജൻസി റൂമിൽ വെച്ച് അടിയന്തര ചികിത്സ തേടുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ വരുന്ന ഡോക്ടറുടെ വായിൽ നിന്ന് ആദ്യം കേൾക്കുന്ന വാചകം തന്നെ മരണത്തെക്കുറിച്ചുള്ളതാണെങ്കിൽ അത് നമ്മുടെ വൈദ്യശാസ്ത്ര വ്യവസ്ഥയിലുള്ള സാധാരണക്കാരുടെ വിശ്വാസത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ദുർബലരായ രോഗികൾക്ക് ആശുപത്രികളിൽ പോകാൻ തന്നെ ഇത് വലിയൊരു ഭയം സൃഷ്ടിക്കില്ലേ? ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വിശദമായ അന്വേഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഒപ്പം നിന്നതിന് നന്ദി.